അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിൽ പലരും നമ്മുടെ സമ്പത്ത്, വീട്, ജോലി, വിദ്യാഭ്യാസം, നമ്മുടെ ആഡംബര ജീവിതം, പദവി, കുഞ്ഞുങ്ങൾ, സൗന്ദര്യം, ആരോഗ്യശക്തി ഇവയൊക്കെ ഓർത്ത് മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കരിച്ച് പെരുമ നടിച്ച് നടക്കുന്നുണ്ടാവും. ഇതുപോലെ അഹങ്കരിച്ച് നടക്കുന്നവരും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും മറ്റുള്ളവരെ വേദനിപ്പിച്ച് ജീവിക്കുന്നവരും എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഏത് കാര്യമായിക്കോട്ടെ, ഉയർത്തിയതിനെ താഴ്ത്തുവാനും താഴ്ത്തിയതിനെ ഉയർത്തുവാനും കഴിവുള്ള ഏക ഇലാഹാണ് പടച്ച റബ്ബ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കാതിരിക്കുക, ധിക്കരിക്കാതിരിക്കുക, ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക. യാ ഹാഫിളു യാ അല്ലാ, എല്ലാം താഴ്ത്തുന്നവൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. ഈ ഇസ്മ് ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എല്ലാം താഴ്ത്തുന്നവൻ, ഇതിൽ തന്നെ ഉണ്ട് ഇസ്മിന്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടം. നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർ, ശത്രുക്കൾ, അക്രമികൾ, ചതിയന്മാർ ഇവരിൽ നിന്നെല്ലാം രക്ഷ നേടാനും അവരെ താഴ്ത്തിക്കളയാനും ഈ ഇസ്മ് ചൊല്ലിയാൽ മതി. നല്ല മനുഷ്യന്മാർക്ക് എതിരെ ഈ ഇസ്മ് ചൊല്ലാതിരിക്കുക. അള്ളാഹു വെറുക്കുന്ന ആളുകൾക്ക് നേരെ മാത്രം ഈ ഇസ്മ് ചൊല്ലുക. ഇനി നമ്മൾ താഴ്ന്നിരിക്കുന്ന സമയത്താണ് ഈ ഇസ്മ് ചൊല്ലുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും ഉയർച്ചയുണ്ടാകും. അതായത് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും വല്ലാതെ വിഷമം പിടിച്ച് തളർന്നിരിക്കുന്ന സമയത്താണ് ഈ ഇസ്മ് ചൊല്ലുന്നതെങ്കിൽ അവരുടെ എല്ലാ വിഷമങ്ങളും നീങ്ങും, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ പരാജയപ്പെടുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ യാ അഫീലു യാ അല്ലാ എന്ന ഇസ്മ് ചൊല്ലിയാൽ അവർക്ക് തീർച്ചയായും വിജയം ലഭിക്കും. അതുപോലെ അസ്മാഉൽ ഹുസ്നയിലെ ഏതൊരു നാമം അധികരിപ്പിച്ചാലും നമുക്ക് ഉയർച്ചയുണ്ടാകും, ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാകും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരാകും. അതുപോലെ എല്ലാ കാര്യത്തിലും വിജയങ്ങൾ തേടി വരും. യാ അഫീലു യാ അല്ലാ എന്ന ഇസ്മ് ചൊല്ലേണ്ട എണ്ണം 500 ആണ്. അതുപോലെ നമ്മുടെ മനസ്സിലുള്ള ഹൈറായ ഏത് ആഗ്രഹവും ആയിക്കോട്ടെ, ഈ ഇസ്മ് എല്ലാ ദിവസവും 500 തവണ ചൊല്ലി നമ്മുടെ ആഗ്രഹം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം നടന്നു കിട്ടും. യാ ഹാഫിളു യാ അല്ലാ എന്ന ഇസ്മ് ആരും മറന്നു പോകല്ലേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.